ഞാൻ ഫേഷ്യലിന്റെ ബ്രാൻഡ് നെയിം ഒന്നും പറയുന്നില്ല. കാരണം പറയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നോട് എല്ലാവരും ഏത് കമ്പനിയാ യൂസ് ചെയ്തതെന്ന് ഇപ്പം നാളെ മുതൽ ചോദിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പ്രോഡക്റ്റ് ഓരോന്നും ഇതാണെന്ന്, ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, അങ്ങനെ അതിന്റെ ഇതെല്ലാം ഞാൻ പറഞ്ഞ് അതിന്റെ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ 7 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യലാണ് ചെയ്തത്. ഞാൻ ഈ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല മസാജ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ സ്കിൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കേ. ഞാൻ ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട് തുടയ്ക്കാന്. പിന്നെ നമ്മൾ എടുക്കുന്നത്, ആദ്യം ഞാൻ എടുക്കുന്നത് ക്ലെൻസർ ആണ്. ക്ലെൻസർ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഓയില്, ഡേർട്ട്, മേക്കപ്പ്, പിന്നെന്തുവാ വിയർപ്പ്, അങ്ങനെയുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്ത് സ്കിന്നിനകത്തൂന്നൊരു ക്ലീൻ ചെയ്ത് സ്കിന്നിന്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാനാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര സോപ്പിട്ട് കുളിച്ചിട്ട് വന്ന് ക്ലെൻസർ യൂസ് ചെയ്ത് നോക്ക്, ഒരു കോട്ടൺ ഇട്ട് തുടച്ച് നോക്ക്, നമ്മുടെ സ്കിന്നിൽ നിന്ന് അഴുക്ക് വരും. കാരണം ഇത് അകത്തൂന്നുള്ള നമ്മുടെ സ്കിന്നിന്റെ പോസസിനകത്തൊക്കെ ഇരിക്കുന്ന അഴുകിനെയൊക്കെ വെളിയിലോട്ട് കൊണ്ടുവരും. അതിനാണ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്, ക്ലെൻസർ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പോ ക്ലെൻസർ യൂസ് ചെയ്യാം. ഇത്രയും ക്ലെൻസറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മുഖത്ത് വെള്ളം തുടച്ച്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന പോലത്തെ സ്റ്റെപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. ഇങ്ങനെ സർക്കുലർ മോഷനിൽ ലൈറ്റ് ആയിട്ട് ഇച്ചിരി പ്രഷർ കൊടുക്കണം കേട്ടോ. ഈ മൂക്കിന്റെ സൈഡ് എല്ലാം ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം നന്നായിട്ട് ഒരു 2 മിനിറ്റ്, ഒത്തിരി സമയമൊന്നും വേണ്ട. കണ്ണിന്റെ അവിടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ റിംഗ് ഫിംഗർ യൂസ് ചെയ്യണേ. കണ്ണെഴുതുന്നവർക്കൊക്കെയാണ് കൺമഷി അഴുക്കൊക്കെ കാണും. റിംഗ് ഫിംഗർ, വേറെ ഫിംഗർ ഒന്നും യൂസ് ചെയ്യരുത്. കാരണം പ്രഷർ കൂടുതൽ കൊടുക്കാൻ പാടില്ല. കണ്ണിന് ചുറ്റും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രഷർ കുറഞ്ഞ ഫിംഗേഴ്സ് റിംഗ് ഫിംഗറാ. അതിനാണ് റിംഗ് ഫിംഗർ യൂസ് ചെയ്യാൻ പറയുന്നത്. മോതിര വിരൽ, നമ്മള് നന്നായിട്ട് അങ്ങ് തുടച്ചെടുക്കാമേ.